ചൈന വാങ്ങിച്ചോണ്ട് കൊടുത്ത അമ്മക്ക് ഇത് മറ്റേന്ന് ചട്ടിയല്ല മൺചട്ടി മൺചട്ടി മണ്ണിന്റെ തവിയല്ലേ. 50 ഉറുപ്പ്യല്ലോ, നഷ്ടമൊന്നുമില്ലല്ലോ അവർക്ക്. ഇത് പണിയെടുത്തിട്ടാക്കണെങ്കിൽ അത്ര പണിയുണ്ട്. പിന്നെ പിടിക്കാക്കണ്ടേ 50 ഉറുപ്പ്യ 50 ഉറുപ്പ്യ അടിപൊളിയാട്ടാ. ഇത് നമുക്ക് ഉണക്കോർത്തോക്കെ ഇതാ 50 ഉറുപ്പ്യക്ക് അവർക്ക് നഷ്ടമല്ലേ. അവര് വിൽക്കുന്നതല്ല, നമ്മ വിൽക്കുന്നതല്ല. സങ്കടം. എന്നാലോ നിന്റെ ആടെ വരലുണ്ടെന്ന് അനു പറയുന്നുണ്ട്. അപ്പൊ അവര് 50 ഉറുപ്പ്യ പറയുമ്പോ നീ 100 രൂപ. അയ്യോ എന്നോട് പറഞ്ഞല്ലോ നീ ഉണക്കവർക്ക്. അവർക്ക് നഷ്ടമല്ലാണ്. ഇതെന്ത് ഉണക്കാണ് നത്തല കിട്ടിയ പാത്രം. അപ്പൊ കുക്കു ഇന്ന് നത്തല വറക്കേന്നേ പൊതിച്ചോറിലിടാൻ വേണ്ടി. കഴുകട്ടെ വൃത്തിയില് കഴുകിട്ട് പൂച്ചേ നോക്കി പൂച്ചനെ മാട്ടിലേക്ക് കൊണ്ടുപോയാലും അമ്മേന്റെ കൂട്ടാവും. അച്ഛൻ ഞാൻ 100 ഉറുപ്പ്യക്ക് മീൻ കുളം തേച്ച് കട്ടുന്ന പൂച്ചയാണ്. അപ്പൊ നമ്മള് നത്തല് നന്നായി കഴുകിയെടുക്കണ്ടേ, ഉണക്ക നത്തല്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. ഇത് കാശ്മീരി മുളകാ, രണ്ടും മിക്സ് ആണല്ലേ. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തെടുക്കുക. ചമ്മന്തി അരച്ചിട്ട് കൈ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ മണ്ണിൻ്റെ തവിയാണ്. മണ്ണിൻ്റെ തവിയിലാണ് നമ്മളിപ്പോൾ ഉണക്ക് വറുക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വറുത്തെടുക്കുന്ന ഉണക്കാം. നല്ല വെക്കൂ, സിമ്പിൾ കുറച്ചെടുത്തിട്ടാ മതി, ഇതെല്ലാം വേണ്ടു. നമ്മളെ മണ്ണിൻ്റെ തവിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി കിട്ടാൻ പണിയായിരിക്കും അല്ലേ. ചൂടാവുന്നുണ്ടാ? തണുപ്പുണ്ട് ജ്യൂസ് ഇടുന്ന ചിപ്സ് ഇന്നുകൊണ്ടിരിക്കാണ് ഉണക്ക് വറക്കുന്ന സമയം കൊണ്ട്. നീ എന്നാടോ എടുക്കുന്നത് കള്ള? എടാ പുകയത്തിരിക്കല്ല അച്ചു. അച്ചു ഇവിടെ ഇരിക്കുവാനെ. അച്ചു അയ്യാ ഇത് ചൂടായി കേട്ടാ കുക്കു. അപ്പൊ ഇതിലേക്ക് ഉണക്കിട്ട് കൊടുക്കുക. നമ്മളെ മസാല ഇപ്പൊ നമ്മുടെ മണ്ണിന്റെ തവിയിൽ നമ്മൾ സാധാരണ ഈ മൺചട്ടിയിൽ മണ്ണിൻ തവിയിലൊക്കെ നല്ല ടേസ്റ്റാണ്. അലൂമിനിയം സ്റ്റീലെല്ലാം ഇതാക്കി കഴിഞ്ഞാൽ അതിലൊരു ഉണക്ക് വാക്കിണ്ടേ രക്ഷപ്പെടാൻ തന്നെയായിരിക്കും. ഉണങ്ങിയിട്ട് ചത്ത ഉണക്ക് അത് വിചാരിച്ചിട്ടുണ്ടോ ഇനി എണ്ണയിലേക്കും വിൽക്കാൻ കഴിയില്ല. ചളിക്കോമടി അല്ല, അത് വിചാരിച്ചിട്ട് എണ്ണയിലേക്ക് വിൽക്കാൻ കഴിയില്ല വെച്ചിട്ട് ഏതായാലും ഞാൻ ചത്തു. ഇനി എണ്ണയിലേക്ക് ഇനി ഏതായാലും എണ്ണയിൽ പൊന്നോട്ടല്ലേ. നമ്മളെ ഉണക്ക് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ഇത് വറുത്ത് കഴിയുമ്പോഴത്തെ കുറച്ചേ ഉണ്ടാവൂലേ. അച്ചൂട്ടനൊന്ന് മേമക്ക് ശാസന ഉണക്കൊന്നും അങ്ങനെ കൂട്ടില്ല. പ്രഷർ ഉണ്ടായതുകൊണ്ട് BP ഉണ്ടായതുകൊണ്ട്. മൺതവിയിൽ ഉണക്ക് വറുത്ത് അപ്പൊ നമ്മളെ ഉണക്ക് റെഡിയായി വരുന്നുണ്ട്. വെള്ളം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഉണക്ക്. അപ്പൊ നമ്മള് ചോറ് റെഡിയായി, ഉണക്കോറ റെഡിയായി, ചമ്മന്തി റെഡിയായി. ചിപ്സ് അധികം തിന്നാ ചോറ് തിന്നാൻ കഴിയില്ല. ഭജന പാടുന്ന ഇതെടുത്ത
അപ്പൊ നമ്മുടെ ഉണക്ക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണക്ക് വറുത്തെടുത്തു. അപ്പൊ നമ്മ മണ്ണിന്റെ തവിയിലാക്കിയോണ്ട് അതിന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇത് അങ്ങോട്ട് എടുത്തോട്ടെ. ഉണക്ക് ഇഷ്ടാച്ചുന് ടേസ്റ്റ് ഇല്ലേ? ബിജു എന്ന് പറഞ്ഞു.